ഗുഡ് ഈവനിങ് ഗായ്സ്. എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ പല വീഡിയോസ് ഇട്ടപ്പോഴത്തേക്കും വ്യൂസ് കിട്ടുന്നത് കൂടുതലും നമ്മുടെ ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഞങ്ങളുടെ ഇവിടെ റോഡ് പണി നടക്കുന്നത് കൊണ്ട് നമുക്ക് പുറത്തോട്ട് വണ്ടിയായിട്ടൊന്നും ഇറങ്ങാൻ പറ്റാത്തത് കൊണ്ടും, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ ഞാൻ അധികമൊന്നും പുറത്തൊന്നും പോവാറില്ല. ഞാൻ വീട്ടിൽ തന്നെയുള്ള ചെറിയ ചെറിയ കുക്കിങ്ങും ഇതുപോലത്തെ ക്ലീനിങ് ആയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കൂടുതലും ഇടുന്നത്. പിന്നെ നമുക്ക് നല്ല മീനുകളൊന്നും ഇപ്പോൾ കിട്ടാനുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മീനിൻ്റെ കട്ടിങ്ങും നമ്മൾ ഇട്ടിരിക്കുന്ന മീനുകളൊക്കെ തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഒരു സീസണൊന്നും അല്ലാത്തതുകൊണ്ട് നല്ല കായൽ മീനുകളൊന്നും തന്നെ കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് കുറച്ച് ക്ലീനിങ്ങും പിന്നെ ചെയ്യാത്ത ചില ജോലികൾ, അതായത് പണ്ട് ചെയ്തുകൊണ്ടിരുന്നു, ഇപ്പം നമുക്ക് ചെയ്യാൻ വശമില്ല. ഇപ്പോൾ ഗ്യാസൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നു, പിന്നെ അമ്മയൊക്കെ ആയിരിക്കും വിറകൊക്കെ കീറുന്നതും എടുക്കുന്നതും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാറില്ല. അപ്പോൾ ചെയ്യാത്ത ആ ജോലി ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടും അതിൻ്റെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണെന്നാണ് ഞാൻ വളരെ കോമഡി ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇഷ്ടമുള്ളവർ സ്കിപ്പ് ചെയ്യാതെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. എനിക്കറിയാം കുറേ ആൾക്കാർ നമ്മുടെ വീഡിയോസിൽ നമ്മൾ ചെയ്യുന്നതൊക്കെ കണ്ട് രസകരമായ കമൻസുകളും സപ്പോർട്ടും ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ പ്രത്യേകിച്ച് ഈ വീഡിയോസൊക്കെ ചെയ്യുന്നതെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കുറച്ച് പേര് വിചാരിക്കുന്നുണ്ടാവും ഇത് എന്താണ് ഈ പാത്രം കഴുകുന്നതും ഇതൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ് ഗൈസ്. പിന്നെ പ്രത്യേകിച്ച് ഒരുപാട് വെറൈറ്റി കുക്കിങ്ങും കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. എൻ്റെ വീട്ടിലെ മെയിൻ കുക്ക് എന്ന് പറയുന്നത്, ഷെഫ് എന്ന് പറയുന്ന അമ്മയാണ്. അമ്മയുടെ കയ്യിൽ നിന്ന് കുറച്ച് നാടനായിട്ടുള്ള കറികളൊക്കെ ഞാൻ അമ്മയെ ചോദിച്ചാണ് ഞാൻ അങ്ങനെ പഠിച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് നമ്മുടെ ചേച്ചിമാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കട്ടിങ് ഒന്നും മീനിൻ്റെ വേണ്ട, നല്ല നല്ല റെസിപ്പീസ് ഇടണം. അപ്പോൾ നല്ല നല്ല റെസിപ്പീസൊക്കെ ഞാനിനി നല്ല നല്ല മീനുകൾ നമുക്ക് ലഭിച്ച് കഴിയുമ്പോഴത്തേക്ക് അത് ചെയ്യുന്നതായിരിക്കും. ഇന്ന് തൽക്കാലം നമ്മൾ അത്യാവശ്യം കുറച്ച് പാത്രം കഴുകും, പിന്നെ അമ്മ പുല്ല് ചെത്തുന്ന അവിടെ പോയിട്ട് നമ്മളതൊക്കെ ചെയ്യാൻ ശ്രമിക്കും. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ അറിയാം നമ്മളൊന്നും ചെയ്ത് ശീലിക്കാത്തതുകൊണ്ട് തന്നെ നമുക്കതൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ അത് ഒരു കോമഡി ആയിട്ട് തന്നെ നിങ്ങൾ എടുത്താൽ മതി. ശരിക്കും അതൊരു കോമഡിയാണ്. അപ്പോൾ അതെന്താണെന്നുള്ളത് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എല്ലാവരും ജോലിക്കൊക്കെ പോയി തിരക്കൊക്കെ കഴിഞ്ഞ് ഇരിക്കുന്ന നിങ്ങൾക്ക് കിട്ടുന്ന സമയങ്ങളിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നമ്മുടെ വർക്ക് ഏരിയയുടെ അകത്ത് വെച്ച് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ലൈറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അധികം വീഡിയോ ഇവിടെ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും പുറത്തോട്ടുള്ള വീഡിയോയും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ കുറേ വീഡിയോസ് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു, കാരണം ഒട്ടും കാണാൻ പറ്റുന്നില്ല എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മുടെ എല്ലാ വീഡിയോസിലും നിങ്ങളുടെ തിരക്കിട്ട ജീവിതത്തിൻ്റെ ഇടയിലും നമുക്ക് കമൻസും ലൈക്കും ഒക്കെ വാരി എടുത്ത് തരുന്ന ചങ്കുകളെ നിങ്ങളോട് ഒരുപാട് സ്നേഹം അറിയിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ പ്ലേറ്റൊക്കെ ഇങ്ങനെ തേച്ച് കഴുകി വെളുപ്പിച്ച് വെച്ചിരിക്കുക. ശരിക്കും ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ പാത്രമൊക്കെ കഴിയുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ. കാരണം ഇതൊക്കെ നമ്മുടെ ഡെയിലി വ്ലോഗിലോട്ട് ആഡ് ചെയ്താനുള്ളതാണല്ലോ എന്ന് വിചാരിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണ്. ഇതിന് മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസ് ഉണ്ടല്ലോ, കുക്കിങ്ങിൻ്റെ വീഡിയോസൊക്കെ അതൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് കമൻറ്റും ലൈക്കും ഒക്കെ ചെയ്യാൻ മറക്കില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ശ്രീധർമ്മ ദിബിൻ എന്നാണ് എൻ്റെ പേര്. പാചകം ചെയ്തതിന് ശേഷമാണ് നമ്മൾ പാത്രങ്ങളെല്ലാം തന്നെ കഴുകുന്നത്. അപ്പം നമ്മുടെ പാത്രം കഴുക്ക് ഇവിടെ ഫിനിഷ് ആയിരിക്കുകയാണ്. കഴുകിയ എല്ലാ പാത്രങ്ങളും അപ്പോൾ നമ്മളിത് കമത്തി വെച്ചിട്ടുണ്ട്. അമ്മ പറമ്പിൽ ജോലി ചെയ്യുന്നുണ്ട്, ഞാൻ ഇനി അങ്ങോട്ട് പോവാണേ. അപ്പോൾ സമാധാനമായിട്ട് പറമ്പ് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്ന അമ്മ എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് ക്യാമറയും കൊണ്ട് ചെയ്തിരിക്കുവാണ്. തൂമ്പ മേടിച്ചു, ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞു. അമ്മയുടെ കയ്യിൽ നിന്ന് കുറച്ച് ചീത്തയൊക്കെ കിട്ടി. അപ്പോൾ നമുക്ക് ഇത്തിരി മ്യൂസിക്കോട് കൂടി ഇതങ്ങ് കണ്ടാലോ അല്ലേ. ഇപ്പോൾ ഈ പുല്ലി എത്തുന്ന ഞാനിപ്പോൾ എന്ത് പറയാനല്ലേ.
പറയുന്നത് ഇന്ന് സൺഡേ പരിപാടി പറമ്പ്, നമുക്കൊരു ഇച്ചിരി പറമ്പേ ഉള്ളേ, അതൊന്ന് അമ്മയുടെ കൂടെ ക്ലീൻ ചെയ്യുക. ഏറെ ഭാഗവും അമ്മ തന്നെ ക്ലീൻ ചെയ്ത കേട്ടോ. എപ്പോഴും വിറകടുപ്പിലേക്ക് വിറക് വെക്കുന്നതല്ലേ കാണുന്നത്, അപ്പോൾ വിറക് വെട്ടുന്നതും കൂടെ ഇന്നൊന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തുവാണേ. അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ കുറച്ച് മടലൊക്കെ നമ്മൾ വെട്ടിക്കീറാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ്. ലോക്ക്ഡൗണിൻ്റെയൊക്കെ ഒരു സമയത്താണ് നമ്മൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയത് കേട്ടോ. പിന്നെ ഇതിനൊന്നും അങ്ങനെ സമയം കണ്ടെത്താറൊന്നുമില്ല. ഇപ്പം പുറത്തോട്ട് ഇറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇതിലോട്ടൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തത് കേട്ടോ. പിന്നെ പുതിയ എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടൻറ്റ് തേടി പുറത്തോട്ടൊക്കെ നമ്മൾ പോകുന്നിടം വരെ കുറച്ച് ഇങ്ങനെയുള്ളതും കൂടിയൊക്കെ ഉൾപ്പെടുത്താമെന്ന് വെച്ചു. ശരിക്കും എന്നാണേലും ചിരിച്ച് പണി തീർന്ന് അമ്മ പറയുന്ന അനുസരിച്ചൊക്കെ ഓരോ രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ കുറേ കോമഡിയൊക്കെ ഉണ്ട്. കാരണം നല്ല പാടാണ് ഇത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാനൊക്കെ. അതുകൊണ്ട് എൻ്റെ കാട്ടായം കണ്ടിട്ട് അമ്മയ്ക്ക് ചിരിയാണ് വരുന്നത്. ഈ മടലൊക്കെ വെട്ടി വെച്ച് ഇത് ഉണക്കിയതിന് ശേഷം നമുക്ക് ഇപ്പം ഞാൻ ഇരിക്കുന്ന ഈ ഒരു സ്ഥലത്ത് ഒരു അടുപ്പൊക്കെ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും മീൻ ഗ്രില്ല് ചെയ്യണമെന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഇതിലാണ് നമ്മൾ ഇവിടേക്കൊന്ന് ക്ലീൻ ചെയ്യുന്നതും. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യാറുണ്ട് പുല്ലൊക്കെ പറിച്ചിട്ടേ. കൂടുതലും അമ്മയാണ് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഇതൊക്കെ നമുക്ക് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ ഈ തീ കത്തിക്കാൻ തന്നെ യൂസ് ചെയ്യാമല്ലോ ഇവിടെ വെച്ച് കുക്ക് ചെയ്യുമ്പം, ഒരു വെറൈറ്റി ആയിരിക്കുമല്ലോ എന്നൊരു ഐഡിയ ഉണ്ട്. പിന്നെ ഈ മടലൊക്കെ ഭയങ്കര പാടാണ് കേട്ടോ. അപ്പം അമ്മ പറഞ്ഞു അതൊന്നും പറ്റത്തില്ല, അവിടെ ഇട്ടേക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ചുമ്മാ ഒരു രസത്തിന് വേണ്ടി ഇങ്ങനെയൊക്കെ കിടന്ന് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇതൊക്കെയല്ലേ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നതല്ലേ. ഞാൻ നമ്മുടെ ചാനലിന് വേണ്ടിയാണല്ലോ, നമ്മുടെ ഡേ ഇൻ മൈ ലൈഫിന് വേണ്ടിയാണല്ലോ എന്ന് ഓർത്ത് വീഡിയോസൊക്കെ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ചെയ്യാൻ വേണ്ടി ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നും കേട്ടോ. അപ്പോഴത്തേക്കും നമുക്കിങ്ങനെ പതുക്കെ പതുക്കെ ഓരോന്നൊക്കെ റെഡിയാക്കി ഇതൊക്കെ ഉണക്കി അതിന് ശേഷം നമുക്കിവിടെയൊക്കെ സെറ്റായി കഴിയുമ്പോൾ അടുത്ത വീഡിയോ നമുക്ക് ഗ്രില്ല് ചെയ്യുന്ന എന്തെങ്കിലും അടിപൊളി ഒരു ഫിഷ് കിട്ടിക്കഴിയുമ്പോൾ അത് ചെയ്യാം കേട്ടോ. പിന്നെ ഞാനിങ്ങനെ റീൽസ് മാത്രമേ എടുത്തുള്ളൂ, വീട്ടു ജോലികളൊക്കെ ചെയ്യത്തില്ലല്ലോ എന്ന് നിങ്ങൾ ഓർക്കത്തില്ലേ. അപ്പോൾ ഇതും കൂടിയൊക്കെ നമ്മളൊന്ന് ഉൾപ്പെടുത്തിയാലല്ലേ ഉള്ളൂ ഇത്രയെങ്കിലും വീട്ടു ജോലികൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നൊക്കെ ഒന്ന് അറിയാൻ പറ്റത്തുള്ളൂ. ഈ ഡേ ഇൻ മൈ ലൈഫിലൂടെയൊക്കെയല്ലേ ഉള്ളൂ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ സാഹസികമായ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങളൊക്കെ ഒന്ന് അറിയണ്ടേ. അപ്പോൾ അങ്ങനെയും കൂടി ഇരിക്കട്ടെ കേട്ടോ. ഇതൊക്കെ നല്ല പാടാണ് അമ്മ ചെയ്യുമ്പം.
ഞാൻ വിചാരിക്കും ഇതൊക്കെ ഈസിയാണ്, പക്ഷെ നമ്മൾ വന്ന് ചെയ്ത് നോക്കുമ്പോഴാണ് കേട്ടോ ശരിക്കും ഇപ്പോൾ ആരും ഇങ്ങനെയൊന്നും ചെയ്യാറൊന്നുമില്ല. ഞാനും നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യുന്ന കേട്ടോ. അമ്മ എപ്പോഴും ഇങ്ങനെ ഇതൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങൾ പണ്ടൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ, അതോ ഇപ്പോഴും ഇങ്ങനെയൊക്കെ റെഡിയാക്കുമോ, ഇതിനൊക്കെ സമയം ലൈഫിൽ കിട്ടാറുണ്ടോ, എങ്ങനെയാണ്? എല്ലാവരും തിരക്കല്ലേ ഓരോ കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി അടുത്തത് എടുക്കണോ? കുറേ ഉറുമ്പ്, അതിനകത്തെല്ലാം നിറഞ്ഞ ഉറുമ്പായിരുന്നു. ഈ കാല് മൊത്തം ഉറുമ്പ്. കുഴപ്പമില്ല, അത് പോയെന്ന് തോന്നുന്നു. ഇതിനകത്തെല്ലാം ഉറുമ്പായിരുന്നു. അല്ല, ഈ വീഡിയോ കാണുമ്പോൾ ഇത് എങ്ങനെ എടുക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. എന്നാണേലും ഞാനങ്ങ് ഫുള്ളായിട്ട് അങ്ങ് ഇടുക കേട്ടോ. എൻ്റെ ലോങ് വീഡിയോ ഒരു ദിവസത്തെ കലാവിരുത് ഇതായിക്കോട്ടെ എന്ന് വെച്ചു കേട്ടോ. അവിടെ മടങ്ങിപ്പോയോണ്ട് അത് ഭയങ്കര ടാസ്ക്. ഇങ്ങനെ തന്നെ ഇട്ടാൽ പോരെ. അടുത്ത് ഇത് ഭയങ്കര സൂപ്പർ സാധനമായി. ഓ, പിന്നെ ഉറുമ്പുറേ. ഇതെടുത്തു. സൂപ്പർ സാധനം.